ഷീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. ഇത് 1977 ജൂലൈ മാസം നടന്ന കാര്യമാണ്. മെയ് മാസമായിരുന്ന സമയത്ത് ഷീല പ്രഭുപാദ് വളരെയധികം ആരോഗ്യപരമായിട്ട് വളരെ മോശം ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ജൂലൈ മാസം മഴ പെയ്തു തുടങ്ങിയപ്പം പ്രഭുപാദിൻ്റെ ആരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെട്ടു. പ്രഭുപാദിനൊരു റുട്ടീനൊക്കെ ആയി. രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. പിന്നെ ഭാഗവതവും ഇതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാനും തുടങ്ങി. അത് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുമ്പം ബെഡിൻ്റെ അടുത്ത് കണ്ണ് തുറന്ന് നോക്കുമ്പം തമാൽ കൃഷ്ണ മഹാരാജ് അടുത്തുണ്ടാവും. എന്നിട്ട് പ്രഭുപാദ് അതിനകത്ത് പറയുന്ന പ്രഭുപാദ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കും. അന്ന് തമാൽ കൃഷ്ണ മഹാരാജ് അദ്ദേഹത്തിന് പ്രഭുപാദിനെ ആ ബെഡിലോട്ട് ഇരുത്തുമ്പോഴത്തേന് മറ്റ് ഡിവോട്ടീസ് പുറകെ വന്ന് ബാക്കൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ പ്രഭുപാദിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഏകദേശം മുന്നോട്ട് പോവാണ്. ജൂലൈയിലൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് മഴ പെയ്തു തുടങ്ങും. അപ്പം പ്രഭുപാദിന് എപ്പോഴും പ്രഭുപാദിൻ്റെ ആ ചെറിയൊരു ഗാർഡനിൽ ഇരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റത്തില്ല, മഴ കാരണം. അപ്പം വരാന്തയിലിരിക്കും. ആ പോർച്ചിനെ നോക്കിക്കൊണ്ട്, ആ ഗാർഡനെ നോക്കിക്കൊണ്ട് വരാന്തയിലിരുന്നാണ് പ്രഭുപാദ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഭയങ്കര മഴ വരുമ്പോഴത്തേന് ആ വിഷറി അടിച്ച് ആ വരാന്തയിലേക്ക് വരുമ്പോഴത്തേന് ഡിവോട്ടീസ് ഓടി വന്ന് പ്രഭുപാദിനെ അതിൽ നിന്ന് അകത്തേക്ക് കൊണ്ടുപോകും, ചെയറിൽ തന്നെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ അതൊരു റുട്ടീൻ പോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ആ മെയിലുണ്ടായിരുന്ന ഏത് നിമിഷവും പ്രഭുപാദി സമാധിയാകും എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്ന് കുറച്ചൊരു മാറ്റം ജൂലൈ മാസമായപ്പോഴത്തേന് വന്നു തുടങ്ങി. അപ്പോൾ സരസ്വതി മഹാരാജ് പറയുന്ന ആ മാസം പ്രഭുപാദ് കൂടുതൽ സംസാരിച്ചത് ഈ വേദിക് പ്ലാനറ്റോറിയത്തെ കുറിച്ചാണ്. ഈ ശ്രീമദ് ഭാഗവതത്തിലെ 5-ാം സ്കന്ധത്തിൽ ഈ പ്രപഞ്ചത്തിനെ എങ്ങനെയാണ് വച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ളത് 5-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവത്തിൽ. അപ്പോൾ പ്രഭുപാദിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്ലാനറ്റോറിയം ഉണ്ടാക്കണം എന്നായിരുന്നു. അപ്പം അംബരീഷ് ദാസ് എന്ന് പറഞ്ഞ പ്രഭുപാദിൻ്റെ ഒരു ശിഷ്യനുണ്ട്. ഹെൻറി ഫോർഡിൻ്റെ കൊച്ചുമോനായിട്ട് വരും. ആൽഫ്രഡ് ഫ്രോഡ് എന്ന അദ്ദേഹത്തിൻ്റെ കർമ്മി നെയിം. അദ്ദേഹത്തിന് പിന്നെ ശീല പ്രഭുപാദിൻ്റെ ശിഷ്യനായതിനു ശേഷം അംബരീഷ് ദാസ് എന്ന്. അപ്പം അദ്ദേഹം ആദ്യം ഈ പ്ലാനറ്റോറിയം ഞാൻ ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി പണം തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ആദ്യം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അമേരിക്കയിലെ ഡെർമിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ വാഷിങ്ടണിൽ ഇങ്ങനൊരു പ്ലാനറ്റോറിയം വെക്കണം എന്നായിരുന്നു. പ്രഭുപാദും ആ രീതിയിൽ തന്നെയായിരുന്നു പോയത്. പിന്നാണ് അത് ഇവിടെ മായാപ്പൂരിലേക്ക് വരുന്നത്. അപ്പം ആ സമയത്ത് പ്രഭുപാദ് ഈ ഡിവോട്ടീസിന്, അപ്പം ഈ സമയത്ത് പ്രഭുപാദിനോട് പറയും, ഈ 5-ാം സ്കന്ധത്തിലെ ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, ഓരോ ഗ്രഹങ്ങളുടെ ഇത്. അപ്പോൾ പ്രഭുപാദ് പറയും, നമ്മൾ ഇത്രയും നാളും വൈദേശികമായിട്ടുള്ള ആ ജ്ഞാനത്തിന്റെ കണ്ണുകൊണ്ടാണ് ഈ ശ്രീമദ് ഭാഗവത്തിനെ നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇതാണ് ആക്ച്വൽ ശാസ്ത്രമാണ്, ഇതാണ് യഥാർത്ഥ ഡിസ്ക്രിപ്ഷൻ. പക്ഷെ നമ്മുടെ ബുദ്ധി മുഴുവനായിട്ട് ഇതിനകത്ത് മുഴുകിയിരിക്കുന്നതുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റില്ല എന്ന് ശീല പ്രഭുപാദ് പറയും. എന്നിട്ട് അതിനിടയ്ക്ക് ഒരു ഡിവോട്ടീസ് ഒരു വേദിക് ആസ്ട്രോളജറിനെയും കൊണ്ടുവന്നു ഇങ്ങനെ. അപ്പം അദ്ദേഹത്തിനെയും വച്ചിട്ട് ഇത് ഈ ജംബുദ്വീപും അതിന് ചുറ്റും റൗണ്ടായിട്ട് സമുദ്രങ്ങളും ഇതെല്ലാം ഉള്ളത്, അതനുസരിച്ച് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിനും അത് സാധിച്ചില്ല, അങ്ങനെ വരച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം ആ സമയത്ത് പ്രഭുപാദ് പറയും, ഞാൻ ഈ ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിലേ ഇത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റൂ എന്ന് വിചാരിച്ചു എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. എന്നെ തമാൽ കൃഷ്ണ മഹാരാജ് അടുത്തുണ്ടായിരുന്നു. അപ്പം പിന്നെ അങ്ങേക്ക് ആരുടെയും ഹെൽപ്പ് കിട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ അത് അങ്ങേ ഈ ഭാഗവതം 5-ാം സ്കന്ധം എഴുതി എന്ന് ചോദിച്ചു. കിട്ടി, ദാറ്റ് സംബഡി ഈസ് കൃഷ്ണ എന്ന് പറഞ്ഞു. കൃഷ്ണന്റെ ഹെൽപ്പ് കിട്ടി എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഡിക്റ്റേറ്റ് ചെയ്തതാണ് അത് ആ ഭാഗവതം 5-ാം സ്കന്ധം എന്ന് ശീല പ്രഭുപാദ് പറഞ്ഞു. പിന്നെ ശിഷ്യന്മാരെങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് ആധുനിക കാലത്ത് സയന്റിസ്റ്റുകൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, ഇത് ശാസ്ത്രമാണ്, ഇത് ആക്ച്വൽ ഡിസ്ക്രിപ്ഷനാണ്, നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല.
അവർക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ. അതിൽ നമ്മൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ അതിന് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഒരു ഇതായിട്ട് സമ്മറിയായിട്ട് സദ്ഗുരു മഹാരാജ് പറയുന്നത്, ശീല പ്രഭുപാദ് പറയുന്ന കാര്യം, നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷാത്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിയലൈസേഷനിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്, മറ്റുള്ളവരുടെ ഒരു ഇതിൽ അവരുടെ ഒരു അംഗീകാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്നുള്ള കാര്യം ശീല പ്രഭുപാദ് അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു എന്ന്. Srila Prabhupada ki jai. Vancha kalpadarupya shahrupa sindhupa evaja padita nam pavane jo vaishnava jo namo namah. Ananda Kori Vaishnava ki jai. Srila Prabhupada ki jai.